ഹായ് ഫ്രണ്ട്സ്, ഷെമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇക്കാക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പൊതിച്ചോറ് കിട്ടണം. അതിന് വേണ്ടി നെത്തോലി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാൻ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ച് ചെറിയ തീയിലിട്ടിട്ട് ഞാൻ കറിവേപ്പില പറിക്കാൻ പോയായിരുന്നു. അപ്പോഴത്തേനും ഇത് ചൂടായ പാനിലോട്ട് നമ്മൾ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പൊരിക്കാനൊക്കെ. അങ്ങനെ അടുപ്പിൽ ഇട്ടിട്ട് നമുക്ക് തോരൻ അരിയാം. ബീട്രൂട്ട് തോരനാണ്. അതിന് എനിക്ക് വലിയൊരു സഹായമാണ് ഈ ചോപ്പർ. നമുക്ക് പെട്ടെന്ന് കടുക് വറുത്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ട് 4 അടി അടിക്കുമ്പോഴത്തേന് നമ്മുടെ ബീട്രൂട്ട് റെഡിയായി കിട്ടും. അരിയണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട് എടുക്കണം. ഇത് കണ്ടുപിടിച്ച ആളെ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് വലിയൊരു ഹെൽപ്പാണ്. ബീട്രൂട്ട്, ക്യാബേജ് തോരനൊക്കെ വെക്കാൻ വേണ്ടി ഇതിലാണ് ഞാൻ അരിയുന്നത്. അങ്ങനെ തോരനെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് തേങ്ങ ഒരുമിച്ച് തിരുമ്മിയിട്ട് 2 പാർട്ടായിട്ട് മാറ്റിക്കൊണ്ട് ഒരെണ്ണം ചമ്മന്തി അരയ്ക്കാനും ഒന്ന് തോരന് ചതയ്ക്കാനുമാണ്. തോരന് ചതയ്ക്കുന്നതിനകത്തോട്ട് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ജീരകമില്ലായിരുന്നു, ജീരകവും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. നമുക്ക് ആദ്യം ചമ്മന്തി അരയ്ക്കാനായിട്ട് മിക്സിയിലോട്ട് എല്ലാം ഇട്ട് കൊടുത്ത് അന്നേരം കരിവേപ്പിലയും കൂടി ഇടാൻ എടുത്തുകൊണ്ട് പോയതാണ്. അങ്ങനെ കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയിലോട്ട് തന്നെ തോരനും കൂടെ റെഡിയാക്കി മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യം ചമ്മന്തി ഇതിലോട്ട് മാറ്റാം, എന്നിട്ട് തോരന് ചതച്ചെടുക്കാം. ഈ ബീട്രൂട്ടിലോട്ട് ഇതിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കടുക് വറുത്ത് ഇത് തട്ടാം. നമ്മുടെ നെത്തോലി ഒരു ട്രിപ്പ് കഴിഞ്ഞ് 2ാമത്തെ ട്രിപ്പ് ഇട്ട് ഞാൻ ഇടയ്ക്ക് അതും നോക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഒക്കെ ചായ ചോദിച്ചു. അങ്ങനെ ഞാൻ ചായ ചൂടാക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചമ്മന്തി അടച്ച് വെക്കണം. അങ്ങനെ ചായ ചൂടാക്കിയപ്പോഴത്തേന് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഈ തോരൻ്റെ ഇതങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി. നമ്മുടെ തോരൻ ചെറിയ തീയിൽ കിടന്ന് അടച്ച് വയ്ക്കുമ്പോഴത്തേന് അതവിടെ കിടന്ന് റെഡിയായിക്കോളും. രസം കൊണ്ടുവെക്കാൻ പോയതാണെന്ന് തോന്നുന്നു, അതോ ചമ്മന്തിയാണെന്ന് എന്തോ ഞാൻ അങ്ങ് കൊണ്ടുവച്ച്. അങ്ങനെ നമ്മുടെ നെത്തോലി ഫ്രൈ റെഡിയായിട്ടുണ്ട്. മോൻ്റെ ലഞ്ചും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അവന് മാത്രം ഒരപ്പം ചുടുന്നുണ്ട്. അതിന് ഒരു അടുപ്പിലോട്ട് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അവന് മാത്രം രാവിലെ ഒരപ്പം ചുട്ട് കൊടുക്കും ചൂടോടെ. ബാക്കിയുള്ളവർക്കൊക്കെ വന്നിരിക്കുമ്പോൾ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. അവൻ എൻ്റെ അടുത്ത് പറയുന്ന ചിരിക്കുന്നു. ഇങ്ങനെ ചിരിച്ചതാണ്. അന്നേരം ഇവന് ചമ്മന്തി വേണ്ട, രസം വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പിന്നെ രസം ഉണ്ടാക്കി. ബീട്രൂട്ട് തോരനും മീൻ പൊരിച്ചതും രസവും കൂടെ അവന് കൊടുത്തുവിട്ട് സെറ്റാക്കി. അവനെ പിന്നെ ഒരിക്കൽ വണ്ടി കയറ്റി വിട്ടിട്ട് വന്ന് ഇക്കാക്കും അബിക്കും കൂടെ അപ്പം ചൂടാൻ നിന്ന് പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് 2 പേർക്കും കൂടെ കൊടുത്ത് ചോറ് ഊറ്റുന്നതും അരിയിടുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് ചോറ്, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ, നെത്തോലി പൊരിച്ചത്, ഇത് അച്ചാറും കൂടെ കൂട്ടി, മാങ്ങ അച്ചാറാണ്. നമുക്ക് പൊരിച്ചോറ് കെട്ടാം.
മൂത്തവനും പൊതിച്ചോറായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല, സെയിം ആയതുകൊണ്ട് അതെടുത്തില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബായ്.